ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എമ്പുരാൻ ഒരു സൈഡിൽ നിന്നും വെടിക്കെട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ തുടരും എന്ന് പറയുന്ന സിനിമയുടെ പാട്ടുകൾ ഒരു ചാറ്റൽ മഴ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഒരു കോംബോ അല്ലേ, ലാലേട്ടനും ശോഭന മാം എന്ന് പറയുന്ന ഒരു കോംബോ നമ്മൾ കാണാൻ കാത്തിരുന്ന ഒരു കോംബോ തന്നെയാണ്. അതെ, എനിക്ക് മോഹൻലാൽ എന്നുള്ള ആക്ടറിന്റെ കൂടെ എപ്പോഴും ബെസ്റ്റ് പെയർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാള് നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെയർ അതാണ് കേട്ടോ. മോഹൻലാലും ശോഭനയും. ഞാൻ ചെറുപ്പത്തില് ഭാര്യയും ഭർത്താവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. യേശുദാസും ചിത്രയും അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ കുഞ്ഞി കാലത്തുണ്ടായിരുന്നു. അപ്പോ ഒരു തരുൺ മൂർത്തി മൂവിയാണ്. എന്താ പറയണ്ട, ഒരു നല്ല പ്രതീക്ഷ തരുന്ന ഒരു മൂവിയാണ്. നമ്മളെല്ലാരും ആഗ്രഹിക്കുന്ന ലാലേട്ടനുണ്ടല്ലോ, ഒരു പഴയ ആ ഒരു കാലത്ത് മോഹൻലാലിന്റെ രണ്ട് ഫേസ് ഒരുപോലെ കാണാൻ പോകണം. അതായത് ഒരിടത്ത് വെടിക്കെട്ടും പോകുകയാണെങ്കിൽ മറ്റിടത്ത് നോർമൽ ഒരു ഫാമിലി മാന്റെ ലാലേട്ടൻ. യെസ്, നമ്മുടെ ബാലേട്ടൻ, വേറെ ഒരുപാട് ഇങ്ങനെ ഇടയ്ക്ക് ദൃശ്യം അങ്ങനത്തെ. അപ്പോ എന്തായാലും നമുക്കിനെ ട്രെയിലർ കണ്ടുപോകാം. അതെ, പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. വിളിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നു? അതെ, ശബരിമല കണ്ടുവന്നു. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു. അണ്ണ ഇങ്ങനെ താടി വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. ആർക്കടാ പ്രശ്ന? പിന്നല്ല, എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. നീ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാർ, എന്റെ കാർ കിട്ടൂല. വിഷയം കിളി പോവും. അന്താൾക്ക് കാറ് കയ്യില കെട്ടിയ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. എന്തോ ഉണ്ട്. ആ ഒരു ലാസ്റ്റ് ഒരു 10 സെക്കൻഡ് ഏകദേശം ട്രെയിലർ കംപ്ലീറ്റ് പറഞ്ഞ ഒരു 2 മിനിറ്റ് ഉണ്ട്, 2 മിനിറ്റ് അടുപ്പിച്ചുണ്ട്. അതെ, അതുവരെ ഒരു പേസിലാണ് പോയിക്കൊണ്ടിരിക്കണേ. പെട്ടെന്ന് ഗ്രാഫ് അങ്ങോട്ട്. അതെ, അതുവരെ നമ്മുടെ എല്ലാവർക്കും എന്താ പറയാ, ശാന്തമായിട്ട് കുറെ കോമഡി ഒക്കെ പോയിട്ട് നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു പഴയ ആ ഒരു ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒരു ദൃശ്യൻ മോഡൽ പടമാണ്. യെസ്, കാരണം എനിക്ക് ആ മഴയത്തൊക്കെ ആ സീനിലെ മഴയത്ത് കഴിഞ്ഞ് മഴയത്ത് നനയണേന്റെ തൊട്ട് മുൻപ് കണ്ടില്ല ലാലേട്ടന്റെ കണ്ണ്. ആ കണ്ണില് എന്തോ ഉണ്ട്, സംതിങ്, എന്തൊക്കെയോ ട്വിസ്റ്റ് ഉണ്ട്. ഒന്നാമത് മെയിൻലി ഇത് ഒരു എന്താ പറയാ ആളുടെ ടാക്സിയാണ് തോന്നുന്നുണ്ട്, ടാക്സി ഓടിക്കുന്ന ഒരാളാണ്. പിന്നെ ശോഭന മാം അതില് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആളുടെ കയ്യിൽ വണ്ടി കിട്ടി അങ്ങനത്തെ പ്രാന്താണെന്ന്. സോ എന്തൊക്കെയോ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരേപോലെ അച്ഛാ ലാലേട്ടന് ഒരു ജാക്ക് പോട്ട് പോലെയാണ് രണ്ട് മൂവി ഒരുമിച്ച്. ഈ ഡയറക്ടർ ആരെന്നറിയാമോ? നമ്മുടെ ഓപ്പറേഷൻ ജാവയൊക്കെ ഇല്ലേ? ശരിയാ. അപ്പോ എന്തോ സംതിങ്. അതെ, അപ്പൊ നമുക്ക് വെറുതെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു മൂവി അല്ല, ഒരു ഫാമിലി മൂവി അല്ല. അതില് ഒത്തിരി ട്വിസ്റ്റുകളൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതാന്നൊന്നും അറിയില്ല.
പക്ഷെ ആ സമയത്തുള്ള ലാലേട്ടന്റെ എനിക്ക് തോന്നുന്നു കണ്ണിലെ ആ ഈ ഒരു ഇതുണ്ടല്ലോ, 2000 എനിക്ക് ആ കണ്ണിലെ ആ കണ്ണിന്റെ ആ ഒരു സംഭവം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ദൃശ്യാണ് ഓർമ്മ വന്നത് കേട്ടോ. കാരണം ദൃശ്യത്തിലും ഒരു സംഭവം നടന്നത് ഹൈഡ് ചെയ്യാൻ നോക്കുന്ന സമയത്തുള്ള ലാലേട്ടന്റെ കണ്ണിലെ ആ ഒരു അങ്ങേരുടെ നഖം വരെ എന്താ പറയാ അഭിനയിക്കുന്നല്ലേ പറയുന്നത്, അതുപോലെയാണ് സംതിങ് എന്തൊക്കെയോ വരാനിരിക്കുന്നു അല്ലേ. എന്താ പറയാ, നമുക്ക് കാത്തിരിക്കാം. ഞാൻ പറയാൻ നേരത്തെ വന്നത് ഈ 2025 നമ്മുടെ ലാലേട്ടൻ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആവട്ടെ എന്ന് തന്നെ ആശംസിക്കണം. നമ്മള് എന്താ പറയാ, നാളെ തൂക്കാൻ പോവാണ് ഫസ്റ്റ്. അതെ നാളെ തൂക്കാൻ പോവാണ്. അപ്പോ എന്തായാലും ട്രെയിലർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ. ടാറ്റ.